ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ലിവറും പോട്ടും കൂടെ ഒരു ഫ്രൈ വരട്ടിയതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വരട്ടിയത് അല്ലെങ്കിൽ ഉലർത്ത അല്ലെങ്കിൽ റോസ്റ്റ് എന്നൊക്കെ പറയും. അതിന് വേണ്ടി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ ലിവറ് ഒരു പാത്രത്തിലോട്ട് നമുക്ക് എടുത്തിടാം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില ഇതെല്ലാം ഒന്നിച്ച് തന്നെയാണ് ഇടുന്നത്. എന്നാൽ അതാണ് അതിന് നല്ലത്. പിന്നെ ഇച്ചിരി 1/4 സ്പൂൺ ഉപ്പിടുന്നു. അതിൻ്റെ കൂടെ 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കണം. ആദ്യം ഇതൊന്ന് ഉപ്പി പറ്റിച്ചെടുക്കണം. അതിന് പറയുന്നത് ഉപ്പി പറ്റിച്ചെടുക്കുക. അത് നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് വേണം, ഒരു 1/4 വേവായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്തെടുക്കാനായിട്ട്. അത് എല്ലാം കൂടി 1 കിലോ ഉണ്ട്. ഇത് പോട്ടയും പിന്നെ ഹാർട്ടും പിന്നെ വട്ടും എല്ലാം കൂടെ 1 കിലോ ഉണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിത് വേവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. തണ്ട അപ്പം ലിവറിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും നെയ്യും എല്ലാം കൂടെയാണ് കിടക്കുന്നത്. കിടന്ന് വേകുകയാണ്. അതുകൊണ്ട് നമ്മളിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിനകത്ത് തന്നെയുള്ള വെള്ളത്തിൽ ഇത് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ ആദ്യം അത് വേവിച്ചെടുക്കുന്നു. ഇനി അത് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ചീനച്ചട്ടി സ്റ്റവ് വെച്ചിട്ട് ആവശ്യത്തിന് വേണ്ടുന്ന എണ്ണ ഒഴിക്കണം. അതായത് 2-3 സ്പൂൺ എണ്ണ ഏതായാലും മതി. ഏതെണ്ണ വേണേലും ഒഴിക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണേലും ഒഴിക്കാം. ഞാൻ സൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ആദ്യം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, അതിന് വേണ്ടി ഞാൻ 2 മീഡിയം സൈസ് പൊട്ടറ്റോയാണ് ബോക്സ് ടൈപ്പിൽ കണ്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് ഇട്ടൊന്ന് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവയായിട്ട് അത് ഫ്രൈ ചെയ്യുക. അതിലേക്ക് ഒരു ഞുള്ള് മഞ്ഞൾപ്പൊടി, ഒരു ഞുള്ള് ഉപ്പ് ഇട്ട് വേണം ഇത് വഴറ്റാൻ. അപ്പോൾ പൊട്ടറ്റോയിൽ അത് പിടിക്കും. തിന്നാൻ അന്നേരം ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഹാഫ് ഫ്രൈ ആയി. അതിപ്പം മാറ്റി വെക്കുന്നു. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഒരു 4-5 പച്ചമുളക്, ഒരു 2 തണ്ട് കരിയാപ്പില വറുത്ത് ഫ്രൈ ആക്കി ഇനി മാറ്റി വെക്കുക. കരിയാപ്പില ഇട്ട് അതൊന്ന് ഫ്രൈ ആക്കി ഇനി മാറ്റി വെക്കുകയാണ്. ഫ്രൈ ആക്കി വേറൊരു പാത്രത്തിൽ എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇതിലേക്ക് ഇതേ എണ്ണയിൽ തന്നെ ഒരു 2 സ്പൂൺ ഒരു സ്പൂൺ നിറച്ച 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു വറ്റൽമുളക്, ഒരതള കരിയാപ്പില, ഒരു തണ്ട് കരിയാപ്പില എല്ലാം എടുത്തൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് 2 മീഡിയം സൈസ് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ബോക്സ് ടൈപ്പിൽ കട്ട് ചെയ്തതാണ്. അതിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു 15 ചെറിയ ഉള്ളി, അത് 2ആയിട്ട് കണ്ടിച്ച ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്നിട്ട് ഇളക്കുന്നുള്ളൂ. അപ്പം പിന്നെ ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ ഒരു സവാളയും കൂടി എടുത്താൽ കുഴപ്പമില്ല. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടുന്നതാണ് നല്ലത്. ഒന്നുകൂടെ ടേസ്റ്റാണ് ഈ വരട്ടിയതിന്. നല്ല രുചികരമായൊരു പോട്ടി, ലിവർ, ഹാർട്ട് വരട്ടിയതാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പം ആവശ്യത്തിന് ഉള്ളി വഴന്ന് കിട്ടി. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ഇടാൻ പോവാണ്.
അത് സ്റ്റൗ സ്ലോ ആക്കി വെച്ചിട്ട് വേണം പൊടികളിടാൻ. ആദ്യം നമ്മൾ എല്ലാത്തിലും ഇച്ചിരി 1/4 സ്പൂൺ വെച്ചിട്ടിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടി. അതുകൊണ്ട് ഇതിനും ആവശ്യത്തിന് വേണ്ടുന്ന ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിന് കൂടുതൽ കിടക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു കളർ വ്യത്യാസത്തിന് 1 സ്പൂൺ മുളക് പൊടി. നമ്മളിത് കുരുമുളകിലാണ് ഇത് വരട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് കുരുമുളകാണ് നമുക്കിതിന് കൂടുതൽ വേണ്ടിയത്. പിന്നെ ഒരു കളർ വ്യത്യാസത്തിനാണ് 1 സ്പൂൺ മുളക് ഇട്ട്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഗരം മസാല 1 സ്പൂൺ, നിറച്ച് 1 സ്പൂണ് ഗരം മസാല. പിന്നെ കുരുമുളക് പൊടി ഇത് ഉപ്പി പറ്റിക്കാൻ നേരം നമ്മൾ 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും നിറച്ച് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ലാസ്റ്റ് ഇച്ചിരിയും കൂടെ ഇടുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഇട്ടോണം. പക്ഷേ കുരുമുളക് വെക്കുന്ന വരട്ടിയതാണല്ലോ. പിന്നെ ഇച്ചിരി ഗരം മസാല, ചിക്കൻ മസാല 1 സ്പൂണ്. ഇതെല്ലാം കൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കിയിട്ട് നല്ലതുപോലെ കിടന്ന് ഒന്ന് മൂത്ത് കഴിഞ്ഞ് മൂപ്പിക്കണം നല്ലതുപോലെ. അത് ഇട്ട് നല്ലപോലെ നല്ല മണം വരുന്നത് വരെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് വെച്ച് നമ്മൾ ഹാഫ് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇടുകയാണ്. അതും ഇട്ടൊന്ന് ഇളക്കി ഹാഫ് ഫ്രൈ ആക്കിയിരുന്ന പൊട്ടറ്റോ ഇട്ട് ഇളക്കി അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി, മീഡിയം സൈസിൽ 2 തക്കാളി ഇട്ട് അതും ഒന്നും വഴന്ന് കഴിഞ്ഞ് ഒരു പകുതി വഴറ്റി കഴിഞ്ഞ് അത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി ഇതായി കഴിയുമ്പോൾ നമ്മൾ ഉപ്പി പറ്റിച്ച് വെച്ചിരിക്കുന്ന ലിവറും ഹാർട്ടും പൊട്ടിയും എല്ലാം കൂടെ ഉള്ളത് ഇതിനകത്തോട്ട് കുടഞ്ഞിടുകയാണ്. കുടഞ്ഞിട്ട് അത് ഇളക്കി ഇളക്കുന്നതാണ്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇളക്കുവാണ്. ശരിക്കും നല്ലതുപോലെ ഇളക്കണം. നല്ല രീതിയിൽ എല്ലായിടത്തും മസാല വരത്തക്ക വിധം ഇളക്കി യോജിപ്പിച്ചിട്ട് ചട്ടിക്കകത്ത് ഒത്തിരി മസാല ബാക്കിയുണ്ട്. അതിനു വേണ്ടി നമുക്കൊരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം. നമ്മളിതിനകത്ത് എണ്ണയൊന്നും അധികം ഒഴിക്കുന്നില്ല. ഇതിൽ തന്നെ ഒഴിച്ച 2-3 സ്പൂൺ എണ്ണയും പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന നെയ്യും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2 സ്പൂൺ വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിച്ച് അടച്ച് വെച്ചിട്ട് അത് വേവിക്കുകയാണ്. അപ്പോഴത്തേക്കിന് അതിനകത്തു നിന്നുള്ള എണ്ണയും നെയ്യും എല്ലാം ഇറങ്ങി വന്നു. ഇനി ഇത് പെതിയെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അടിക്കൊന്നും കരിഞ്ഞു പോകാതെ പെരണ്ടിരിക്കണം. ഇത് ലാസ്റ്റ് നമ്മളെടുത്ത് ഉപയോഗിക്കാൻ പാകമാകുമ്പോൾ ഇത് നല്ലപോലെ പെരണ്ട് ഈ മസാലകളെല്ലാം കൂടെ ഈ കരളിലും എല്ലാം ഇത് പൊതിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് നല്ല വരട്ടിയ. ഇതിനകത്തോട്ട് ഞാൻ 2-3 സ്പൂണ് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് വേകാനായിട്ട് ഒന്ന് റെഡിയാകാൻ വേണ്ടി ഒഴിക്കുന്നു. ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ബാക്കിയുള്ള വേവും കൂടെ അഡ്ജസ്റ്റ് ആകാൻ വേണ്ടി. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനകത്തൊരു കാല് പിന്നെ നാരങ്ങാനീരും കൂടെ 1/4 മുറി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ചിലർക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ഇടുന്നു.
പിന്നെ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ടു. ഇട്ടിളക്കി നല്ലപോലെ യോജിപ്പിച്ച് പതിയെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടുക്കി പിടിക്കാതെ. നല്ല രീതിയിൽ ഇത് വഴന്ന് വരുന്നുണ്ട്. സ്റ്റൗവൊക്കെ സ്ലോ ആക്കി വെക്കണം. കണ്ട, അതിനകത്തുനിന്ന് വെള്ളമെല്ലാം മാറി ഇച്ചിരി ഗ്രേവി പോലെ കിടക്കണം. ഇത് ഇപ്പോൾ റെഡിയായി. ഇനി ഇത് ഷേവിങ് ഡിഷിലോട്ട് മാറ്റി നിങ്ങളെ കാണിക്കാൻ പോവാണ്. നല്ല പോലെ വരണ്ടു. അതിനി അച്ചാനങ്ങ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ടേസ്റ്റ് നോക്കാം. ഇപ്പം ഞാനത് ലിവറാണ് എടുത്തിരിക്കുന്നത്. ലിവർ ഒരു കഷ്ണം എടുത്ത് വായിലിട്ടു. അതിൻ്റെ ടേസ്റ്റ് നല്ല ഉഗ്രനായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെടുക്കാൻ പോവാണ്. ഒരു വട്ട എടുത്തിട്ട് അതും എടുത്ത് വായിലിട്ട് നോക്കുവാണ്. അതും നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. തിന്നാലും മതി വരത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ സവാള എടുത്തു. ആ സവാള ഇതിൻ്റെ കൂടെ തിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ, നമുക്ക് വീണ്ടും തിന്നാൻ തോന്നും. ആ സവാളയുടെ കൂടെ തന്നെ അതും വീണ്ടും കടിച്ച് തിന്ന് കഴിയുമ്പോൾ വീണ്ടും. അത് കഴിഞ്ഞ് ഞാൻ ഒരു ക്യാരറ്റ് എടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഈ ലിവറിൻ്റെ ഒരു ഭാഗം ഉണ്ട്, അതും എടുത്ത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എല്ലാത്തിൻ്റെയും നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ ഒരു ലിവറും ഒരു പച്ചമുളകും കൂടെ ഞാൻ എടുത്തു. അത് കഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ്. ഇച്ചിരി എരിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി റോസ്റ്റാണ്. തിന്നാലും മരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനൊരു ടൊമാറ്റോയും എടുത്ത് തിന്നു. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തെ അടിപൊളി സാധനമാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. കണ്ടല്ലോ, ഇങ്ങനെയാണ് ലിവർ വരട്ടിയത് റെഡിയായി. പിന്നെ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യണം. ബൈ.